ഇന്ന് രാവിലെ 9:15 രാഷ്ട്രപതി ദ്രൗപദി മുർമു ജയ്സാൽമീറിലെ വ്യോമതാവളത്തിൽ എത്തിയത്. അവിടെ കോ പൈലറ്റായിട്ടായിരുന്നു LCH പ്രചണ്ഡ് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ഏകദേശം 25 മിനിറ്റ് നേരം പറന്നത് എന്ന് പറയാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത LCH പ്രചണ്ഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഹെലികോപ്റ്ററിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു രാഷ്ട്രപതി പറക്കുന്നത്. ജയ്സാൽമീറിലെ വ്യോമതാവളത്തിൽ നിന്നും പുറപ്പെട്ട് പോഖ്രാനിലെ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് ആയിട്ടുള്ള ഈ വായുശക്തി സൈനികാഭ്യാസം വൈകിട്ട് ആരംഭിക്കുന്ന ആ മേഖല വീക്ഷിച്ച് അവിടെ നിന്നും പോഖ്രാനിൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ന്യൂക്ലിയർ അണുവായുധം പരീക്ഷിച്ച മേഖലയിൽ ആ മേഖലയ്ക്ക് മുകളിലൂടെയും പറന്ന് തിരിച്ച് ജയ്സാൽമീറിൽ തന്നെയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു പറന്നത്. കോ പൈലറ്റായിട്ട് രാഷ്ട്രപതി പറക്കുന്നു. പിന്നാലെ മറ്റൊരു ഹെലികോപ്റ്ററിൽ വ്യോമ മേധാവിയായിട്ടുള്ള AP സിംഗും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വായുശക്തി 2026 എന്ന് പറയുന്ന വ്യോമസേനയുടെ സൈനിക അഭ്യാസം ആരംഭിക്കാൻ പോകുന്നത്. ആ അഭ്യാസത്തിൽ മുഖ്യാതിഥിയായിട്ടും രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. കേവലം വിമാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യോമസേനയുടെ പ്രഹരശേഷി, പ്രധാനമായിട്ടും മിസൈലുകൾ, വെടിക്കോപ്പുകൾ, അതിനപ്പുറത്തേക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ഏത് തരത്തിലായിരിക്കും വ്യോമസേന രക്ഷാദൌത്യങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള അഭ്യാസങ്ങളുടെ എല്ലാം ഒരു പ്രകടനമായിരിക്കും ഇന്ന് വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ നീളുന്ന വായുശക്തി